എന്നും ഒരേപോലെ ചമ്മന്തിയൊക്കെ അരച്ച് ബോറടിച്ചവരാണോ നിങ്ങൾ? മാങ്ങ, ആപ്പിള്, നെല്ലിക്ക, ലൂബിക്ക വേണ്ട എല്ലാ സാധനം കൊണ്ടും ചമ്മന്തി അരയ്ക്കാം. പക്ഷേ ഈ ഒരു സാധനം കൊണ്ട് ചമ്മന്തി അരയ്ക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയായിരുന്നോ? ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത്. പക്ഷേ ഇനി ഉള്ളത് പറയാമല്ലോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളുടെ ഈ സ്പെഷ്യൽ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ എന്തെടുത്തിട്ടുള്ളത്? തേങ്ങയാട്ടോ എടുത്തിട്ടുള്ളത്. ഒരു ഏകദേശം 1/2 കപ്പോളം തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ താരം. മറ്റൊന്നുമല്ല, നമ്മളുടെ തൈര് മുളക്, കൊണ്ടാട്ട മുളക് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് അതേണ്ടി ഈ ഒരു സാധനമാണ്. ഇത് ഞാൻ എണ്ണയിലിട്ട് വറുത്തെടുത്ത കൊണ്ടാട്ട മുളകാണ്. അതൊരു 5 or 6 എണ്ണം നമ്മൾ തേങ്ങയ്ക്കൊപ്പം നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഇതിലേക്ക് നമ്മൾ സാധാരണ ചമ്മന്തിക്കൊക്കെ ചേർക്കുന്നത് പോലെ തന്നെ കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പുളിക്ക് ആവശ്യത്തിന് വാളംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിലേക്ക് നമ്മൾ കൊണ്ടാട്ട മുളകിന് ആവശ്യത്തിന് ഉപ്പും എരിവും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ആയിട്ട് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ കളറ് വൈറ്റ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹം ഇല്ലാത്തവർക്കാണെങ്കിൽ ഇതിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ പുളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി റെഡ് ചില്ലി പൗഡർ കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് തികച്ചും ഓപ്ഷണലാണ്. വെള്ള നിറത്തിൽ ഇത് ഇരിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വെള്ള നിറത്തിൽ തന്നെയാക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കണമെന്നില്ല. പക്ഷേ എനിക്ക് ഒരല്പം ചുമല കളർ ഇഷ്ടമായതുകൊണ്ട് ഞാനൊരല്പം കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയല്ല, കാശ്മീരി മുളക് പൊടിയാട്ടോ ചേർത്തിട്ടുള്ളത്. ഒട്ടും തന്നെ എരിവില്ലാത്ത മുളകായതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്, ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രം. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. അപ്പം ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഏറ്റവും എളുപ്പമുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സിക്കകത്ത് ഓരോ തവണ പൾസ് ചെയ്തെടുത്ത് ഒന്ന് ഇതുപോലെ ഒന്ന് ഒരു ഫോർക്കോ സ്പൂണോ വെള്ളം കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നതായിരിക്കും. അപ്പം പെട്ടെന്ന് തന്നെ 1, 2, 3 പൾസ് കൊണ്ട് തന്നെ നല്ല അമ്മിക്കല്ലിൽ അരച്ച പോലത്തെ ചമ്മന്തി നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഉള്ളത് പറയാലോ, നല്ല കിടുക്കാച്ചി ചമ്മന്തി ആയിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ ഈ മുളകൊക്കെ എണ്ണയെ വറുത്ത് വെറുതെ കഴിക്കുന്നതിന് പകരം ഇതുപോലെ ഒന്ന് ചമ്മന്തിയാക്കി നോക്കൂ. ഞാൻ ഈ തൈര് മുളകിന്റെ വലിയ ഫാൻ ഒന്നുമല്ല, പക്ഷെ ചമ്മന്തി ഒരു രക്ഷയില്ല. വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വേറെ ദിവസം കാണാം. അതുവരേക്കും ബൈ ബൈ.